വാർത്തയിലേക്ക് വിശദമായി. കോട്ടയത്ത് കന്യാസ്ത്രീകളുടെ സമരവേദിയിൽ സംഘർഷം. കുറവിലങ്ങാട് മഠത്തിൽ തുടരാൻ അനുവദിച്ച് ബിഷപ്പ് അയച്ച കത്ത് ലഭിച്ചതായി സിസ്റ്റർ അനുപമ പറഞ്ഞു. സ്ഥലമാറ്റത്തിനെതിരെയാണ് കന്യാസ്ത്രീകളുടെ കൂട്ടായ്മ കോട്ടയത്ത് സമരം നടത്തുന്നത്. കന്യാസ്ത്രീകളുടെ സമരവേദിയിലാണ് സംഘർഷം. കുറവേലങ്ങാട് മഠത്തിൽ തുടരാൻ അനുവദിച്ച് ബിഷപ്പ് അയച്ച കത്ത് ലഭിച്ചതായി സിസ്റ്റർ അനുപമ പറഞ്ഞു. കോട്ടയത്ത് കന്യാസ്ത്രീകളുടെ സമരവേദിയിൽ നിന്ന് ജി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ. ഏതാണ്ട് അല്പസമയം മുമ്പാണ് കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രവർത്തകർ ഇവിടേക്ക് സമരവുമായി കന്യാസ്ത്രീകളുടെ സമരം നടക്കുന്ന തിരുനക്കരയിലെ പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനിയിലേക്ക് എത്തിയത്. അവരിപ്പോൾ ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. അവരുടെ പ്രതികരണത്തിലേക്ക് സഭയെ തെരുവിൽ അവഹേളിക്കുക, കത്തോലിക്ക സഭയെ പ്രത്യേകിച്ച് അവഹേളിക്കുക, അതിന് കൂട്ടുനിന്ന് കൊടുക്കുവാൻ ഞങ്ങളെ പോലെയുള്ള ക്രൈസ്തവ വിശ്വാസികൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ട് മാത്രമാണ് ഇതിനെതിരെ പ്രതിഷേധിക്കുവാൻ തീരുമാനിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കണം. കഴിഞ്ഞ ഒരു വർഷക്കാലം ഇവിടെ നടത്തിയ ഒന്നിനും ഞങ്ങൾ ആരും എതിര് വന്നിട്ടില്ല. ഇതിനെതിരെ ആരും വന്നിട്ടില്ല. ഞങ്ങള് ഇത്തരം നമ്മളെ നിങ്ങളോടൊന്നും ദിവ്യ, ഇവിടെ സംഘർഷ സമാനമായ സ്ഥിതി തന്നെയാണുള്ളത്. കാത്തലിക് ഫെഡറേഷൻ പ്രവർത്തകരെ ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്ത് പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയാണ്. ഏതാണ്ട് 10ഓളം പ്രവർത്തകരാണ് ഇവിടേക്ക് മുദ്രാവാക്യങ്ങളുമായി എത്തിയത്. അതായത് കത്തോലിക്ക സഭയെ തകർക്കാനുള്ള ശ്രമമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് കന്യാസ്ത്രീകൾ അടക്കമുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നാണ് ഈ ഒരു കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾ ആരോപിക്കുന്നത്. എന്തായാലും അവരുടെ പ്രതിഷേധം ഏതാണ്ട് അവസാനിപ്പിക്കേണ്ടി വന്നിരിക്കുന്നു. കാരണം ഈ കന്യാസ്ത്രീകളുടെ സമരത്തെ അനുകൂലിച്ചെത്തിയ വലിയൊരു വിഭാഗം ആളുകൾ ഇവർക്കെതിരെ രംഗത്ത് വന്നിരുന്നു. ഇവർക്കെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വരികയും ചെയ്തിരുന്നു. ഇതിനെ തുടർന്നാണ് ഇവർക്ക് പിന്മാറേണ്ടി വന്നത്. വലിയൊരു പ്രതിഷേധം ഈ കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികൾക്ക് വന്നിരുന്നു. അതിനെ തുടർന്നാണ് സംഘർഷ സമാനമായൊരു അന്തരീക്ഷം ഇവിടെ ഉണ്ടായത്. എന്തായാലും സിസ്റ്റർ അനുപമ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് നാടകീയമായി ഈ വേദിക്ക് പുറത്തേക്ക് ഇവിടെ ഇവർ എത്തിയത്. എന്തായാലും ഇവരെ പോലീസ് പൂർണ്ണമായും അറസ്റ്റ് ചെയ്ത് നീക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. എന്തായാലും ഇവിടെ തൊട്ടിപ്പുറത്താണ് ഈ പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നത്. ആ തടിച്ചുകൂടിയ പ്രവർത്തകർ ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയതോടുകൂടി ഇവിടെ നിന്ന് പിന്തിരിഞ്ഞ് വീണ്ടും കന്യാസ്ത്രീകളുടെ സമരവേദിയിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. ഏറെ നാടകീയമായ രംഗങ്ങൾക്കാണ് ഈ പഴയ പോലീസ് സ്റ്റേഷൻ മൈതാനം സാക്ഷിയായത്. ഏതാണ്ട് 15 മിനിറ്റ് മുൻപാണ് ഇവിടേക്ക് കാത്തലിക് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ പ്രതിഷേധവുമായി എത്തിയത്. എടുത്തു പറയേണ്ട മറ്റൊരു വാർത്ത, ഇത്തരത്തിലുള്ള കന്യാസ്ത്രീകളുടെ സമരത്തിന് വലിയ പിന്തുണ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ലഭിച്ചിരുന്നതാണ്. നേരത്തെ തന്നെ അവരെടുത്ത നിലപാടുകൾക്ക് പിന്തുണ ലഭിച്ചിരുന്നു. അതിന്റെ ഭാഗമായി തന്നെ കന്യാസ്ത്രീകൾക്കെതിരായ അച്ചടക്ക നടപടി തൽക്കാലത്തേക്ക് ജലന്ധർ രൂപത പിൻവലിച്ചിരിക്കുന്നു. ജലന്ധർ രൂപത അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ആഗ്നലോ ഇത് സംബന്ധിച്ച കത്ത് കന്യാസ്ത്രീകൾക്ക് അയച്ചിരിക്കുന്നു. തൽക്കാലത്തേക്ക്, അതായത് ഈ കേസ് പൂർത്തിയാകുന്നത് വരെ കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരാം എന്ന നിലപാടാണ് ഈ ഒരു കന്യാസ്ത്രീകൾക്ക് ജലന്ധർ രൂപതയുടെ അഡ്മിനിസ്ട്രേറ്റർ അറിയിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഏതാണ്ട് 2 മാസക്കാലത്തോളമായി ഇവരുടെ സ്ഥലം മാറ്റം സംബന്ധിച്ച വാർത്തകൾ പുറത്തു വരുന്നുണ്ടായിരുന്നു. അതിന്റെ ഒക്കെ പിന്നാലെയാണ് ഇപ്പോൾ ആ സ്ഥലം മാറ്റ നടപടികൾ ഏതാണ്ട് മരവിപ്പിച്ചുകൊണ്ട്, തൽക്കാലത്തേക്കെങ്കിലും മരവിപ്പിച്ചുകൊണ്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. അതൊരു താൽക്കാലികമായ നടപടി മാത്രമാണ് എന്നല്ലേ അറിയാൻ കഴിയുന്നത്. സഭാ സ്ഥലമാറ്റത്തിൽ നിന്ന് പിന്നോട്ട് പോകുന്നുണ്ടെന്ന് അറിയാൻ കഴിയുന്നു. പക്ഷേ കേസന്വേഷണം കഴിയുന്നതുവരെ മാത്രം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു തീരുമാനത്തോട് കന്യാസ്ത്രീകളുടെ ഒരു നിലപാട് എന്താണ്? കന്യാസ്ത്രീകൾ സ്വാഭാവികമായി അതിനെ സ്വാഗതം ചെയ്യുന്ന നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. കന്യാസ്ത്രീകൾ സിസ്റ്റർ അനുപമ തന്നെയാണ് ഈ ഒരു പ്രഖ്യാപനം, അതായത് ഈ കത്ത് ഇത്തരത്തിൽ ലഭിച്ചു എന്ന പ്രഖ്യാപനം ഈ വേദിയിൽ നടത്തുകയും ചെയ്തത്. ആ ഒരു നടപടിയെ തൽക്കാലത്തേക്കാണെങ്കിലും അവർ
അതിനെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കറിയാം ഇവരെ പൂർണ്ണമായും അടിയന്തരമായി ഇവിടുന്ന് മാറണം നിലപാടായിരുന്നു ഈ ഒരു ജലന്ധർ രൂപതയുടെ ആയിക്കോട്ടെ കത്തോലിക്ക സഭയുടെ ഒക്കെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. മിഷണറീസ് ഓഫ് ജീസസിന്റെ ഭാഗത്ത് നിന്നും ഇവർക്കെതിരെ ശക്തമായ നടപടികൾ, അന്തിമ താക്കീതടക്കം വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും അതിനൊക്കെയാണ് ഫലത്തിൽ തൽക്കാലത്തേക്കെങ്കിലും ഒരു തടയിടുന്ന നിലയുണ്ടായിരിക്കുന്നു. അത് സിസ്റ്റർമാരെ സംബന്ധിച്ച് സ്വാഭാവികമായും വിജയം തന്നെയാണ്. അവർക്കെതിരെ അവരെ സഭയിൽ നിന്ന് പുറത്താക്കുന്ന അടക്കമുള്ള അച്ചടക്ക നടപടികൾ ഉണ്ടാകുമെന്ന് ഒരു ഘട്ടത്തിൽ നിന്നാണ് ഇപ്പോൾ ഏതാണ്ട് സഭ അതിൽ നിന്ന് പിന്മാറിയിരിക്കുന്നുവെന്ന് വളരെ പ്രധാനപ്പെട്ട വിവരം. തൽക്കാലത്തേക്കാണെങ്കിലും അവർ പിന്മാറിയിരിക്കുന്നത് സിസ്റ്റർമാരെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കന്യാസ്ത്രീകളുടെ സ്ഥലം മാറ്റത്തിൽ നിന്ന് സഭ പിന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. കുറവിലങ്ങാട് മഠത്തിൽ തുടരാൻ അനുവദിച്ചുകൊണ്ട് ബിഷപ്പ് അയച്ച കത്ത് ലഭിച്ചതായാണ് സിസ്റ്റർ അനുപമ പറഞ്ഞത്. ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളോടൊപ്പം അനേകം പേർ സഭാധികാരികളുമായി ബന്ധപ്പെട്ടു. ഞങ്ങളുടെ സ്ഥലമാറ്റം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടു. SOS കൺവെൻഷനുകളും സമരപരിപാടികളും പ്രഖ്യാപിച്ചു. അതിൻ്റെ എല്ലാം ഫലമായി സർവശക്തന്റെ കാരുണ്യത്താൽ ഈ കേസ് നടപടികൾ തീരുന്നതുവരെ കുറവിലങ്ങാട് മഠത്തിൽ തന്നെ തുടരുവാൻ അനുവദിച്ചുകൊണ്ട് ബിഷപ്പ് ആഗ്നലോ ഞങ്ങൾക്ക് കത്തയച്ചു. മറ്റു വാർത്തയിലേക്ക്. സിറ്റിംഗ് MLAമാർ മത്സരിക്കേണ്ടെന്ന് കോൺഗ്രസ് തീരുമാനം. ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലേറെ പേർ മത്സരിക്കേണ്ടെന്നും തീരുമാനിച്ചു. ഡൽഹിയിൽ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത കോൺഗ്രസ് നേതൃയോഗത്തിലാണ് തീരുമാനം. 25-നകം കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക നൽകണം എന്നുള്ളത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മൾ 18-ാം തീയതിയാണ് ഉഭയകക്ഷി ചർച്ച UDFലെ ഘടകകക്ഷികളുമായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് 25-നകം കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാകും. അല്ല, സിറ്റിംഗ് MLAമാർ മത്സരിക്കുന്നതിനെ സംബന്ധിച്ച് ഒരു ഡയറക്ഷൻ AICC നൽകിയിട്ടുണ്ട്. അത് കേരളത്തിന് ആപ്ലിക്കബിൾ ആണോ, കേരളത്തിൽ മറ്റ് സംസ്ഥാനം ആപ്ലിക്കബിൾ ആണോ എന്നുള്ളത് ചില പ്രത്യേക സാഹചര്യത്തിൽ ചിലപ്പോൾ അതിൽ മാറ്റങ്ങൾ വന്നേക്കാം. പക്ഷെ പൊതുവായി നിലവിലുള്ള MLAമാർ മത്സരിക്കേണ്ട എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ മത്സരിക്കണമെന്ന അനിവാര്യമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് കോൺഗ്രസ് അധ്യക്ഷന്റെ ഒരു തീരുമാനത്തിന് വിധേയമായിരിക്കും. AK ആന്റണിയുടെ മകന്റെ രാഷ്ട്രീയ പ്രവേശനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് KSU. അങ്ങ് പുത്രവാത്സ്യത്താൽ അന്ധനായോ എന്ന ഗീതയിലെ വരികൾ ചേർത്തുകൊണ്ടാണ് KSU എറണാകുളം ജില്ലാ നേതൃത്വം പ്രമേയത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. പ്രസ്ഥാനത്തിനു വേണ്ടി കല്ലുകൊണ്ടുപോലും കാൽ മുറിയാത്ത ചില പൽവാൾ ദേവന്മാരുടെ പട്ടാഭിഷേകത്തിന്റെ ശംഖുലി മുഴങ്ങുന്നത് യഥാർത്ഥ പ്രവർത്തകരുടെ ഉള്ളിൽ നെഞ്ചിരിപ്പാണുണ്ടാക്കുന്നതെന്നും പ്രമേയത്തിൽ സൂചിപ്പിക്കുന്നു. പാരമ്പര്യമായി കിട്ടുന്ന സ്വത്ത് തലമുറകളായി ഉപയോഗിക്കുന്നത് പോലെയാണ് കോൺഗ്രസിലെ ചില കാരണവന്മാർ മണ്ഡലങ്ങൾ കൈയടക്കി വച്ചിരിക്കുന്നതെന്നും KSU കുറ്റപ്പെടുത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ യുവാക്കൾക്ക് കൂടുതൽ സീറ്റ് നൽകണമെന്ന് പത്മജ വേണുഗോപാൽ. ഇരിക്കുന്നവർ തന്നെ തുടർന്നാൽ പാർട്ടി വളരില്ലെന്നും പത്മജ ന്യൂസ് 18നോട് പ്രതികരിച്ചു. പാർട്ടി ആവശ്യപ്പെട്ടാൽ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും അവർ വ്യക്തമാക്കി. കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ യുവാക്കളുടെ പ്രാതിനിധ്യം സജീവ ചർച്ചയായ സാഹചര്യത്തിലാണ് പത്മജ വേണുഗോപാൽ മനസ്സ് തുറന്നത്. ഇത്തവണ ചെറുപ്പക്കാർക്ക് കൂടുതൽ സീറ്റ് നൽകണം, യുവാക്കൾക്ക് കൊടുക്കണമെന്ന് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇനി പാർട്ടി വളരണ്ടേ. ഇരിക്കുന്ന ആളുകൾ തന്നെ എപ്പോഴും ഇരുന്നാൽ പാർട്ടി വളരില്ല. അപ്പോൾ പണ്ട് എൻ്റെ പിതാവ് വളർത്തിക്കൊണ്ടുവന്നവരാണ് ഇന്ന് പാർട്ടിയിൽ ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ. അന്ന് അദ്ദേഹം അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ പാർട്ടിയെ നയിക്കാൻ ആൾക്കാരുണ്ടാവില്ലായിരുന്നു. പാർട്ടി ആവശ്യപ്പെടുകയാണെങ്കിൽ ലോക്സഭയിലേക്ക് സ്ഥാനാർത്ഥിയാകും. തൃശൂർക്കാരിയാണെങ്കിലും കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളും ഒരുപോലെയാണ്. പാർട്ടി എന്ത് പറയണോ അതെന്നും അനുസരിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. പാർട്ടിക്കെതിരെ ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്യില്ല. പാർട്ടി മത്സരിക്കണം എന്ന് പറഞ്ഞാൽ മത്സരിക്കും, ഒരിക്കലും ഒളിച്ചോടില്ല. മത്സരിക്കേണ്ട പറഞ്ഞാൽ മത്സരിക്കില്ല. കെ കരുണാകരന്റെ കാലത്ത് പൊതുസ്വീകാര്യരായ വ്യക്തികളെയാണ് സ്ഥാനാർത്ഥികളാക്കിയിരുന്നത്. അവരെല്ലാവരും വിജയിച്ചിരുന്നു. പണ്ട് വനിതകൾക്ക് സീറ്റ് നൽകുന്നതിൽ വിവേചനമുണ്ടായിരുന്നു. രാഹുൽ ഗാന്ധി ചുമതലയേറ്റ ശേഷം അത്തരം തോന്നലില്ല. ഉമ്മൻചാണ്ടി മത്സരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് അദ്ദേഹമാണ്. UDFന് 20 മണ്ഡലങ്ങളിലും ജയസാധ്യതയുണ്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. സുവി വിശ്വനാഥൻ, ന്യൂസ് 18, തൃശൂർ. സീതാറാം യെച്ചൂരി ഇപ്പോൾ മാധ്യമങ്ങളെ കാണുകയാണ് ഡൽഹിയിൽ തത്സമയ സംപ്രേഷണത്തിൽ. To ensure that a secular alternative government is formed at the center post-elections. As it is the case in India always, there is no pre-election All India alliance or what is called the Mahagathbandhan that is possible. It always has been happening, and it's only natural that given India's diversity,
such a front or a formation which will form an alternative government at the center will come into existence after the general elections. What is happening now would be understandings between secular democratic parties and forces at the state level, and in order to maximize the pooling of the anti-BJP vote. Now that we heard the reports of all the states, we discussed those reports, and all this, in many states the talks are continuing with the other parties, and we'll take the final call on the number of seats we fight, the manifesto on the basis of which the CPM will approach the electorate, on the Central Committee meeting which we have conveyed on the 3rd and 4th of March. So that will be the time when all the final details will be decided upon, and that will be informed to you. The Politburo came down very heavily in the manner in which the central government is seeking to obfuscate any investigations into the Rafale scam. Now more and more details are coming out. You've seen the other day in the Hindu a report that has come out on how the official negotiating team had put on record its objections to the manner in which parallel deal making was being done by the PMO with the government of France. The net result of this sort of a thing, in this contradictory process, is that India has been deprived of a French sovereign guarantee. And any dispute over the question of delays in the contract being fulfilled, or in any other lapses of the contract, that would now have to go through international arbitration, which will be much more expensive and costly. So apart from the losses already suffered in this change of the initial contract, change of the initial deal, depriving Hindustan Aeronautics Limited, favoring the crony capitalist friend of our Prime Minister, the Reliance Defence, all these things, now increasingly evidence is coming. We are of the opinion, we reiterate, the next 3 days will be last 3 days of the Parliament before the next general elections, most likely. In these 3 days, the Parliament must constitute the Joint Parliamentary Committee, and that will have to, in a time-bound fashion, give its report, pin down the guilty, and on that basis, action should be taken. The fact that Modi government is so obdurately refusing to constitute the JPC, in our opinion, is in itself an admission of guilt by the Prime Minister and the government that they are deeply involved in this scam. As far as the conditions of the people are concerned, we've noticed that the farmers, their conditions continue to deteriorate further. The youth, the unemployment figures, now every day new data is coming out which is not being officially released by Mr. Modi. And this data manipulation of the statistics that is being done in order to show the economy in a great high spirits in the run-up to the election is actually concealing the reality that the misery of the people is mounting by the day. So unemployment, the latest data and the figures we have given, and we have decided that our party, along with all the other youth organizations, will sharply in the days to come focus on the issue of unemployment, like we had taken the lead to focus on the issue of the agrarian distress and the farmers' distress suicides. The Politburo expresses dismay at the fact that the Congress state government of Madhya Pradesh invoked the NSA and arrested, now I think it's 5 people, on the allegations of cow slaughter or slaughter is the word that they've used. We think the NSA is being grossly misused in this direction. We want its revocation in this instance.
a Congress-led government using NSA that was brought in after the 26/11 terrorist attack as an anti-national, as a legislation empowering the law and order machinery to act against anti-national terrorists. That is being invoked on these charges, for which in our current statute books sufficient laws already exist. So invoking of the NSA is clearly indicative of the fact that some sort of an appeasement to the communal forces is being undertaken. And this is something which we strongly disapprove, and we want this NSA to be withdrawn. Finally, on the attacks on education as a whole, the sharpening of communal transformation of our scientific democratic education system, syllabi, structure, that which is being done with a vengeance very vigorously by this Modi government. In protest against that, on February 19th in New Delhi, a large number of teachers' organizations, student organizations, and the university and college employees, school employees organizations, they've all come together to organize a joint protest. The CPIM extends its full support to this action, and through this, in the coming days, in the run-up to the election, the people's struggles will be intensified, as we've always maintained. First, defeat the BJP government. The alternative secular government that must be put in place at the center must change the policy direction, which is people-oriented. And for that, the popular pressure will build up, and that is what the CPIM will focus on. So these are the issues we discussed. If there's anything you want to ask. Today, Bengal Congress leaders, after meeting Rahul Gandhi, they have announced that they will not go with BNC in coming Lokasabha election, but they are open to tie up with left. So what is your stand? You see, we have taken the decision and the position both in our last Central Committee meeting and also reiterated in the Politburo now, that in Bengal we shall fight the seats as the left front. Where we are not, or the left front candidates are not there, our call would be to defeat the BJP, defeat the Trinamool Congress. Our theme would be to maximize the pooling of anti-BJP, anti-Trinamool Congress votes. So where the left candidates are there, that the left front is currently discussing what they'll be been fielding, where, what, all those details. And in other places, our call would be to maximize the pooling of anti-BJP, anti-Trinamool Congress votes. Where there are no left candidates, does that mean you don't have enough people to be filled as candidates? I said the left front is meeting and is under discussions to decide about the candidates. That I agree, but is there... No, you don't agree, obviously. Till they decide about it, your question is not valid. Suppose they decide to fight all the seats, then your question is not valid. That is it. That is our principal position, policy direction of the Central Committee, Politburo. We will contest the election as the CPIM in the left front. 3 p.m. Are you ready for a joint campaign with the Congress? Huh? Are you ready for a joint campaign with the Congress in Bengal where you are not contesting? No, joint campaign and no political alliance with any ruling class party is what we have said. That's our party Congress resolution. So these are details which our Bengal units will work out. You're talking of something which I have not officially heard, which may have happened maybe less than an hour ago. So let us see what is that. But our Bengal units of all sides, they will discuss and then they will be put a proposal. We will decide in the Central Committee meeting. अरे देखिए भाई, अगर पार्लियामेंट के सेंट्रल हॉल में बैठकर एक प्याला कॉफी पिए, इसका मतलब नहीं है कि बैठकर हमने कोई सीट शेयरिंग की बातचीत की.
आप भी मिल जाओ सेंट्रल हॉल में तो आपके साथ भी कॉफ़ी पी लूँगा मैं। हाँ, तो इसको मतलब इतनी खींच के मत ले जाना दूर दूर तक। तो अब ये है बात, जैसे मैं कह रहा हूँ, आज के दिन वहाँ पर अभी तक कोई फैसला पूरा कायदे के साथ वाम मोर्चे के अंदर भी नहीं हुआ। वो चर्चाएं चल रही है। आप जानते हैं वाम मोर्चे के अंदर 9 से ज़्यादा पार्टियां हैं और कई सारे हमारे सहयोगी घटक भी है जो असेंबली में चुनाव लड़ते थे हमारे साथ, जैसे आरजेडी है उस समय, अब वो शरद यादव का जेडीयू नहीं, अब उनका नाम जो भी है वो है एनसीपी है। तो इन सब के साथ बातचीत करके हम कुछ नतीजे पर जब वो पहुंचेंगे, ये उसके आगे की बातें हैं जो आज अभी आप कह रहे हो मुझे। പോളിറ്റ് ബ്യൂറോ യോഗശേഷം തീരുമാനങ്ങൾ വിശദീകരിക്കുകയാണ് CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ മഹാസഖ്യം പ്രായോഗികമല്ലെന്നും തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള സഖ്യമാണ് പ്രായോഗികമെന്നുമാണ് സീതാറാം യെച്ചൂരി പറഞ്ഞത്. റഫേൽ ഇടപാട് പാർലമെന്ററിയുടെ സംയുക്തകാര്യ സമിതി അന്വേഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. മറ്റു വാർത്തയിലേക്ക്. റഫാൽ കരാറിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് നടത്തിയ ഇടപെടലുകൾ കേന്ദ്ര സർക്കാർ സുപ്രീംകോടതിയിൽ നിന്നും മറച്ചുവെച്ചതായി രേഖകൾ. കരാറിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നതിലുള്ള പ്രതിരോധ മന്ത്രാലയത്തിന്റെ ആശങ്ക മന്ത്രി മനോഹർ പരീക്കർ നിസ്സാരവൽക്കരിച്ചതായും വാർത്ത പുറത്തുവിട്ട ഇംഗ്ലീഷ് പത്രം പറയുന്നു. എന്നാൽ രാജ്യത്തിന്റെ ഏതിടപാടും പ്രധാനമന്ത്രി നിരീക്ഷിക്കുന്നത് സാധാരണ നടപടി മാത്രമാണെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ ന്യൂസ് 18 നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. വടക്കുകിഴക്കൻ അലയൊലികൾ ദേശീയ രാഷ്ട്രീയത്തിൽ അടങ്ങുന്നില്ല. പുറത്തുവിട്ട രേഖയുടെ ആധികാരികത സർക്കാർ തന്നെ അംഗീകരിച്ചതായി വിവാദരേഖ പുറത്തുവിട്ട എൻ റാം പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് റഫാൽ ഇടപാട് നിരീക്ഷിക്കുകയായിരുന്നില്ല, പിൻവാതിൽ വഴി ഇടപെടുകയായിരുന്നു. അക്കാര്യം സുപ്രീംകോടതിയിൽ പോലും സർക്കാർ മറച്ചുവെച്ചു. മനോഹർ പരീക്കർ മറുകുറിപ്പെഴുതി എന്നതുകൊണ്ട് മാത്രം സമാന്തര ചർച്ച ന്യായീകരിക്കാൻ കഴിയില്ല. This is not monitoring. This is a decision taken in parallel negotiations conducted behind the back of the Indian negotiating team, to which the defense officials rightly object. ഏതിടപാടും പ്രധാനമന്ത്രി നിരീക്ഷിക്കുന്നതിൽ തെറ്റില്ലെന്ന് പ്രതിരോധ മന്ത്രി നിർമ്മല സീതാരാമൻ പറഞ്ഞു. The Prime Minister or his office is following up on the progress made. He does that with everybody. So why should that be construed as a parallel discussion? Let me ask you, has the parallel discussion resulted in 2 different agreements? സുപ്രധാന പ്രതിരോധ രേഖ എങ്ങനെ ചോർന്നു എന്ന് അന്വേഷിക്കും. Take care of that, not just for Rafale but for in general leaks in government departments and ministries. We'll all talk about that. കോൺഗ്രസിന് സത്യം കേൾക്കാൻ താൽപര്യമില്ല. ലോക്സഭയിൽ താൻ മറുപടി പറയുമ്പോൾ കോൺഗ്രസ് അംഗങ്ങൾ കടലാസ് വിമാനം പറത്തുകയായിരുന്നുവെന്നും നിർമ്മല സീതാരാമൻ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് ന്യൂസ് 18. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ 2 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ യുവാക്കൾ കരിങ്കൊടി വീശി. പൌരത്വ ഭേദഗതി ബില്ലിനെതിരെയായിരുന്നു പ്രതിഷേധം. ഓൾ അസം സ്റ്റുഡന്റ്സ് യൂണിയൻ അംഗങ്ങളായിരുന്നു മോദി ഗോ ബാക്ക് മുദ്രാവാക്യങ്ങളുമായി കരിങ്കൊടി വീശിയത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനെതിരെ ആഹ്വാനം ചെയ്ത ബന്ദിൽ വ്യാപക അക്രമമുണ്ടായി. 4 മണി വാർത്ത പൂർണ്ണമാകുന്നു. ഇടവേളയ്ക്ക് ശേഷം പൊതുവേദി കാണാം.